നമസ്കാരം. ജ്യോതിശാസ്ത്ര പങ്ക്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ജ്യോതിശാസ്ത്രത്തിലെ ചില പ്രത്യേകമായ വസ്തുതകളാണ് പറയാൻ പോകുന്നത്. നക്ഷത്ര ജ്യോതിഷം അഥവാ സ്റ്റെല്ലാർ അസ്ട്രോളജിയുടെ വിവിധ വശങ്ങളാണ് നാം ഇവിടെ പറയാനായിട്ട് പോകുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നാളുകാരുടെ പൊതുവായിട്ടുള്ള ഓരോരോ കാലഘട്ടങ്ങൾ എപ്രകാരമായിരിക്കാം, സാമാന്യമായിട്ടുള്ള അവസ്ഥകൾ ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെയൊക്കെ വന്നു ചേരാം തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങൾ, അതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നമ്മൾ 27 നാളുകളാണ് നക്ഷത്ര ജ്യോതിഷത്തിൽ ഉള്ളത്. ലൂനാർ അസ്ട്രോളജി അഥവാ ചാന്ദ്ര ജ്യോതിഷത്തിൻ്റെ ഭാഗമാണ് ഇവ. നിരയന ജ്യോതിഷമെന്നും പറയും. നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ആകാശത്ത് ഇങ്ങനെ കൺചിമ്മി തെളിയുന്ന ആ കാണുന്ന വെറും നക്ഷത്രങ്ങളെ പറ്റിയിട്ടല്ല പറയുന്നത്. ഒരു നക്ഷത്ര മണ്ഡലം എന്ന് പറയുന്നത് ആകാശത്ത് 13.25 ഡിഗ്രി, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ 13.33 ഡിഗ്രി അളവാണ് ഒരു നക്ഷത്ര മണ്ഡലം. ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷ മണ്ഡലത്തെ ഒരു പരിപൂർണ വൃത്തമായി പരിഗണിച്ചാൽ ആ വൃത്തത്തിൻ്റെ ഗണിതപരമായ അളവ് 360 ഡിഗ്രിയാണ്. അങ്ങനെയുള്ള വൃത്താകൃതിയിലുള്ള അന്തരീക്ഷ മണ്ഡലത്തിൽ 30 ഡിഗ്രി വരുന്ന ഒരു ദൂരപരിധി, അതിനെയാണ് ഒരു രാശി അഥവാ ഒരു രാശി മണ്ഡലം എന്ന് പറയുന്നത്. അങ്ങനെ 12 രാശികൾ, 30 ഡിഗ്രി അളവ് വീതമുള്ള 12 രാശികൾ ചേരുമ്പോൾ ഒരു രാശിചക്രം, വൃത്താകൃതിയിലുള്ള ഒരു രാശിചക്രം പൂർത്തിയാകും. ഇത് കൂടാതെ 360 ഡിഗ്രി അളവുള്ള രാശി വൃത്തത്തെ 27 ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിച്ചാൽ ആ ഓരോ ഭാഗവും 13.33 അളവുള്ള ഒരു മേഖലയായിട്ട് വരും. ആ ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം. ആ ഒരു മേഖലയിൽ കാണപ്പെടുന്ന കോൺസ്റ്റലേഷൻസ്, താരാപഥങ്ങളുടെ വ്യൂഹം, അവയെ അടിസ്ഥാനമാക്കി അതിന് പേരുകൾ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഭൂമിക്ക് ചുറ്റുമുള്ള വൃത്താകാരമായ മണ്ഡലത്തിൽ 13.33 ഡിഗ്രി അളവ് വരുന്ന ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എന്നറിയപ്പെടുന്നത് ഈ നക്ഷത്ര മേഖലകളാണ്. ഈ ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകാൻ എടുക്കുന്ന ഒരു കാലയളവാണ് ഒരു നാൾ. അത് ശരാശരി 60 നാഴിക അഥവാ 24 മണിക്കൂർ കൊണ്ടാണ് ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകുന്നത്. ഇതിനെയാണ് നമ്മൾ ഒരു നാൾ എന്ന് പറയുന്നത്. ഇതാണ് നക്ഷത്രങ്ങളെ പറ്റിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ചുരുക്കി പറഞ്ഞത്. ചോതി നക്ഷത്രമാണ് അടുത്തത്. നക്ഷത്രാധിപൻ രാഹുവാണ്. രാഹുദശയിലാണ് ചോതി നക്ഷത്രം ആരംഭിക്കുന്നത്. രാഹുദശ ആകെ 18 വർഷമാണ്. ചോതി നക്ഷത്രം തുടങ്ങി എത്ര നാഴിക വിനാഴിക ചെന്നപ്പോഴാണ് ജനനം എന്നുള്ളതിനെ ആശ്രയിച്ച് ജനനശേഷം എത്ര കാലം രാഹുദശ ബാക്കി ഉണ്ടായിരിക്കുമെന്ന് കണക്കാക്കുന്നു. ചോതി നാളുകാർക്ക് ശൈശവകാലം രാഹുദശയിലൂടെ കടന്നു പോകുന്നതിനാൽ ബാല്യാരിഷ്ടതകൾ അഥവാ ശൈശവ ക്ലേശങ്ങൾ കൂടുതലാകാനൊരു സാധ്യതയുണ്ട്. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലെല്ലാം വളരെ ശ്രദ്ധ വെച്ച് പുലർത്തേണ്ടത്
അത്യാവശ്യമാണ്. പിന്നീട് വിദ്യാഭ്യാസത്തിൻ്റെ മധ്യകാലഘട്ടം, ഹൈസ്കൂൾ കാലഘട്ടമാകുമ്പോഴേക്കും വ്യാഴദശ ആരംഭിക്കുന്നതിന് ഉള്ള സാധ്യതയാകുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ഉപരിപഠന ഘട്ടങ്ങളും തൊഴിലന്വേഷണം ആരംഭിക്കുന്നതായ ഘട്ടവുമൊക്കെ വ്യാഴദശയിലായിരിക്കും. അതിൻ്റേതായ ഗുണങ്ങളാവക കാര്യങ്ങളിൽ അനുഭവപ്പെടുകയും ചെയ്യും. പഠനകാര്യങ്ങളിലെ മന്ദതയെല്ലാം മാറി വളരെ ജാഗ്രതയോടുകൂടി വളരെ കാര്യക്ഷമതയോടുകൂടി നേട്ടങ്ങൾ കൈവരിക്കുന്ന കാലഘട്ടമാണ് ചോദ്യനാളുകാരുടെ ഉപരിപഠന കാലഘട്ടം. യൗവന മധ്യം ആകാറാകുമ്പോഴേക്കും അഥവാ യൗവനാരംഭം കഴിയുന്ന കാലഘട്ടം എത്തുമ്പോഴേക്കും വ്യാഴദശയും തീർന്ന് ശനിദശയിലേക്ക് കടക്കുന്നതായ സ്ഥിതിവിശേഷത്തിലെത്തും. ആ യൗവനത്തിൻ്റെ മധ്യകാലഘട്ടത്തിൻ്റെ ആരംഭം മുതൽ മധ്യപ്രായത്തിൻ്റെ ആരംഭകാലം വരെ നീണ്ടു നിൽക്കുന്നതായ ശനിദശാകാലത്ത് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് ഉണ്ടാവുക. തൊഴിലിൽ കൂടുതൽ ഉയർച്ച, അഭിവൃദ്ധി ഇതൊക്കെ ഉണ്ടാകും. എന്നാൽ പൊതുവെ എല്ലാ കാര്യങ്ങളിലും മന്ദഗതിയിലുള്ള ഒരു പുരോഗതി നിലനിൽക്കും. ജീവിതത്തിൽ ശാശ്വതമായ പല നേട്ടങ്ങളും ഈ കാലയളവിൽ കൈവരിക്കാനായിട്ടുള്ള അവസരമുണ്ടാവുകയും ചെയ്യും. മധ്യപ്രായത്തോടുകൂടി എത്തുന്നതായ ബുധദശാകാലം വാർദ്ധക്യ ആരംഭം വരെ നീണ്ടു നിൽക്കുന്നതാണ്. വളരെ പ്രാഗൽഭ്യവും ഉന്നത സ്ഥാനപ്രാപ്തിയും എല്ലാ വിധത്തിലുള്ളതായ നേട്ടങ്ങളും ഈ ബുധദശയുടെ കാലഘട്ടത്തിൽ ജാതകൻ കൈവരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ബുധന് ശേഷം വാർദ്ധക്യത്തിൻ്റെ പാരമ്യതയിൽ വരുന്ന കേതുദശ പൊതുവെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണ്. എന്തായാലും വ്യക്തിപരമായി ജനന സമയം, തീയതി ഇതിനനുസരിച്ച് ജാതക ഫലങ്ങൾ കണക്കാക്കി വേണ്ട പരിഹാരങ്ങൾ ചെയ്തു കൊള്ളണം.